ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ വീണ്ടും സെം എക്സാമും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്താ വീട്ടിൽ വന്നേക്കുവാണ്. നമ്മുടെ വന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്നല്ല, എടുക്കാതിരുന്നത് തന്നെ. കാരണം പ്രത്യേകിച്ചൊന്നുമില്ല, ഇപ്പം വന്നാലും ഒരേപോലൊക്കെ തന്നെ. അതുകൊണ്ട് ഈ വട്ടം വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല. ഞാനിപ്പോൾ വീട്ടിൽ വന്ന് ഇന്നലെ വെളുപ്പിനെ വന്ന് ആൻഡ് നല്ലൊരു അടിപൊളി ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റിട്ട് ഇപ്പം ഞാൻ വീട്ടിൽ ഊഞ്ഞാലിൽ വന്നിങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുത്താലോ എന്ന്. കാരണം ഇതുവരെ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ എല്ലാവരുടെയും ഡേ ഇൻ മൈ ലൈഫ് രാവിലെ തൊട്ട് തുടങ്ങും. പക്ഷേ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് മുതലാണ് ഗൈസ് ആരംഭിക്കാൻ പോകുന്നത്. ഉച്ചവരെ ഉറങ്ങാൻ താല്പര്യപ്പെട്ട് ഉറങ്ങിയതല്ല, ക്ഷീണം കൊണ്ട് ഉറങ്ങിയതാണ്. കാരണം ഉച്ചവരെ ഉറങ്ങിയ നമ്മുടെ ഡേ അങ്ങ് പോവും. ഇതാണ് ഗൈസ് നമ്മുടെ വീട്ടിലെ മാവ്. ഈ മാവ് തരുന്ന മാങ്ങ ഉണ്ടല്ലോ, നല്ല സീൻ മാങ്ങ. അവിടെ ഒത്തിരി മാങ്ങ നിൽപ്പുണ്ട്. എന്തേ കാണാൻ വയ്യല്ലോ എവിടാ ക്യാമറ? ഇനി ലേറ്റായിട്ട് എണീറ്റൊന്നുമല്ല, ഇനിയിപ്പോ ഫുഡ് കഴിച്ചില്ലെങ്കിൽ അതിന് എനിക്ക് വല്ലതും കിട്ടും. അപ്പൊ ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. നമ്മുടെ വാപ്പ അവിടെ ഒന്നും അറിയാണ്ടിരുന്ന പത്രം വായിക്കുന്നുണ്ട് ഗൈസ്. എന്താണെന്ന് അറിയില്ല. മാമ എന്ത് വായിക്കുന്നേ? പത്രത്തിനകത്ത് എന്ത് വായിക്കുന്നേ? പാപ്പ മാത്രമേ ഉള്ളൂ ഗൈസ് ഈ വീട്ടിൽ പത്രം വായിക്കുന്നത്. വേറെ ആരും അതാ ഇവിടെ വേറെ ആരും പത്രം വായിക്കും. ഇന്നത്തെ പത്രത്തിനകത്ത് എന്തൊക്കെയുണ്ട്? ഷൂട്ട് ചെയ്യുന്നില്ല, കാരണം അടി കിട്ടും ഞാൻ പോയി ഷൂട്ട് ചെയ്ത. ഗൈസ്, ഉമ്മ ഇവിടെ നല്ല അടിപൊളി അച്ചാർ ഇട്ടോണ്ടിരിക്കുകയാണ്. നാരങ്ങ അച്ചാർ. ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഈ പഞ്ചസാര. പഞ്ചസാര എന്തിനാ ഇടുന്നത്? അങ്ങനെ ഉമ്മ എനിക്ക് കുറച്ച് അച്ചാറെന്ന് ടേസ്റ്റ് ചെയ്യാൻ തന്നെ എൻ്റെ കൈ നല്ലോണം അങ്ങ് പൊള്ളിപ്പോയി. അങ്ങനെ ഉമ്മ അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ട് എവിടാ പോണേന്ന് വെച്ചാൽ, ഇപ്പം ഉമ്മയുടെ വീട്ടിലോട്ട് ജസ്റ്റ് പോകാൻ വേണ്ടി ഇരിക്കുക. അപ്പം ഞങ്ങളെയൊക്കെ വിളിച്ച്, പക്ഷെ നമ്മൾ പോകാഞ്ഞുകൊണ്ട് ഉമ്മി പോയി 2 ദിവസം നിന്നിട്ടേ വരത്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ഗൈസ്, അപ്പോൾ ഉമ്മ എനിക്കൊരു പണി തന്നിട്ടാണ് പോയത്. ഇതെല്ലാം എടുത്ത് പാത്രത്തിൽ നിന്നും ഇങ്ങനെ ഒരു പാത്രത്തിനകത്താക്കി അവിടെ കൊണ്ടുവയ്ക്കാം. ഇത് നമ്മുടെ ബ്രോക്കോളി എന്തായിരുന്നു, ബ്രോക്കോളി തോരൻ. ഗൈസ്, ഇത് ഒരു കിഡിലൻ ടേസ്റ്റുള്ള സാധനം. ഇതിനകത്ത് മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റ്. ഇതിൻ്റെ റെസിപ്പി വീഡിയോ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ. ഇന്നത്തെ ലഞ്ച് എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടെന്ന് വിചാരിച്ചു. ഉമ്മേൻ്റെ അടുത്ത് പറഞ്ഞു കഴിക്കണ്ട, ഈ സമയമില്ല കഴിക്കാൻ, 1 മണി. ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയ്ക്ക് സീൻ ടേസ്റ്റ്. ഇന്നത്തെ എൻ്റെ ലഞ്ച് കുറച്ച് സ്പെഷ്യലാണ്. ബ്രോക്കോളി തോരൻ, കൊഞ്ചിൻ്റെ കറി, ചോറ്, പിന്നെ പപ്പടം ഉണ്ടോന്ന് അറിയത്തില്ല, അച്ചാറ്, എല്ലാം കൂടി കൂട്ടി അടിപൊളിയായിട്ട് കഴിക്കാം. ഇത് നമ്മുടെ കൊഞ്ചു തീയൽ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്ക് അറിയത്തില്ല, ബട്ട് നമ്മളിവിടെ കൊഞ്ചു തീയൽ എന്നാ പറയുന്നത്. കൊഞ്ചുണ്ടെങ്കിൽ കിട്ടും, കുറച്ച് കൊഞ്ചുള്ളെന്നൊക്കെ കേട്ടു, അറിയാമേ. കിട്ടി. കുഞ്ഞിക്കൊഞ്ചടാ, കൊഞ്ചെൻ്റെ ഫേവറേറ്റ്. കൊഞ്ചിന് എന്തുവെന്ന് പോലും നോക്കാൻ ഞാൻ തിന്നും. അപ്പം ഇനി ഇതെല്ലാം പോയി കൊണ്ടുവെക്കട്ടെ, അല്ല വരുമ്പോഴത്തേക്കും എനിക്ക് വല്ലതും കിട്ടും. ഗൈസ്, നമുക്കിവിടെ ഉച്ചയ്ക്ക് പപ്പടം ഇല്ലാണ്ട് ആർക്കും ചോറിറങ്ങത്തില്ല. ആർക്കും എന്നല്ല, മെയിനായിട്ട് എനിക്ക്. അപ്പം പപ്പടം മേടിക്കാൻ വേണ്ടി അവനെ പറഞ്ഞു വിട്ടപ്പം വെറുതെ വ്ളോഗൊക്കെ എടുക്കുന്നില്ലേന്ന് വിചാരിച്ച് അവൻ്റെ ബാക്കിൽ കിടന്ന് ഞാനും കൂടി കയറി പോകാമെന്ന് വിചാരിച്ച് പോകുന്നതാണ്. അപ്പം അവനിങ്ങനെ പറഞ്ഞു, എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നത്. അപ്പം എൻ്റെ വാപ്പുമ്മയോടി വിളി, ഉമ്മയും കൂടി വിളി, നമുക്ക് കാറിൽ തന്നെ പോവാം എന്നൊക്കെ. സംഭവം ഞങ്ങളുടെ വീടിൻ്റെ ജസ്റ്റ് ഒന്ന് നടന്നു പോയാൽ മതി. അവൻ്റെ മടിയും എൻ്റെ മടിയും കാരണം നമ്മൾ സ്കൂട്ടറിനകത്ത് പോയി. ഗൈസ്, ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1 മിനിറ്റത്തെ വോക്ക് പോലും ഇല്ല. പക്ഷെ അവൻ സ്കൂട്ടറിൽ വന്നുകൊണ്ട് ഞാനും കൂടി കയറിയാണ്. ഞാൻ കാണിച്ചു തരാം. ആ കാണുന്ന വഴി കൂടെ പോയിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ വീട്.
ഇത്രയൊക്കെ എടുത്താൽ മടി തീരെ ഇല്ലാത്ത അബ്ദുള്ള സ്കൂട്ടറിൽ വരും, ഞാനും ഒപ്പം ഞാനും. അയ്യോ ഇത് ഏതോ ചെരുപ്പൊക്കെ ഇട്ടുണ്ടെന്നേ. കിട്ടിയാ ബപ്പടം ലഡു എന്തിനാ വാങ്ങി? അങ്ങനെ നമ്മൾ പപ്പടമൊക്കെ വാങ്ങിച്ചതാ വീട്ടിലോട്ട് പോവാണ്. ഇവൻ്റെ സ്പീഡ് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവൻ സ്പീഡാണെന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൂടി സ്പീഡ് കാണിച്ച് എന്നെ പേടിപ്പിക്കാൻ നോക്കുമായിരുന്നു. അങ്ങനെ പപ്പടമൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നിട്ട് എനിക്ക് കുക്ക് ചെയ്യാനേ അറിയത്തില്ല എന്ന് പറയുന്നവരോട് ഈ പപ്പടമൊക്കെ ഞാൻ പൊരിച്ചതാണ്. ഓക്കെ, പിന്നെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടോ എനിക്ക് പപ്പടം മാത്രമേ പൊരിക്കാൻ അറിയത്തുള്ളൂ. എനിക്ക് പല ഫുഡും ഉണ്ടാക്കാനൊക്കെ അറിയാം ഗൈസ്. പക്ഷേ അതൊക്കെ ഇനി നമ്മുടെ വരുന്ന വ്ളോഗിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അങ്ങനെ പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും ഉമ്മേനെ പുറത്തോട്ട് വിളിച്ച് എന്തൊക്കെയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യുന്നതല്ല. അപ്പോൾ ഉമ്മ ഇങ്ങനെ ഞാൻ വ്ളോഗ് എടുക്കുന്നത് കണ്ടപ്പോൾ ഉമ്മയ്ക്ക് മനസ്സിലായി ഞാൻ വരുമെന്ന്. അങ്ങനെ ഉമ്മേനെ വിളിച്ച് ഇവിടെ പിടിച്ചിരുന്ന മറ്റേ സ്റ്റാർ പുളി, പിന്നെ അമ്പഴങ്ങ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉമ്മയുടേതായ കൃഷികളുണ്ട്. അങ്ങനെ അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പം ഇതാണ് ഗൈസ് ഈ അമ്പഴങ്ങ ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ വീട്ടിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. ഈ പിടിച്ച് നിൽക്കുന്നത് ചിക്കു, അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതാണ് ചാമ്പയ്ക്ക, വെള്ള കളറാ. റംബുട്ടാൻ തോണ്ടേ? ആ അതാ വെള്ള റംബുട്ടാൻ. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ ഈ ചാമ്പയ്ക്ക കണ്ടിട്ട് ഞാൻ വിചാരിച്ച സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ റംബുട്ടാൻ പോലെ ഇരിക്കും ഈ ചാമ്പയ്ക്കയുടെ ചെറുത്. ഞാനത് കണ്ടിട്ടേ ഇല്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ വിചാരിച്ച ചാമ്പയ്ക്കാണ്. പിന്നെ ഈ ചക്കയൊക്കെ ഞാൻ എന്താ ഇപ്പോഴാണ് കാണുന്നത്. കാരണം എനിക്കറിയായിരുന്നു ചക്ക ഉണ്ടെന്ന്, പക്ഷേ ഇത്രയും വലുതായതൊന്നും ഞാൻ അറിഞ്ഞിട്ട് കൂടി ഇല്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ദുബായ് വരെ പോകേണ്ട ചക്കയാണ് ഇപ്പോൾ ഈ ഇരിക്കുന്നത്. എൻ്റെ കസിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഫുള്ള് സെറ്റപ്പ് ആക്കി വെച്ചേക്കോ. ഇത് ചുമക്കത്തില്ല. അപ്പൊ ഇതിപ്പോ എപ്പ ഇതാവും? വിശക്കുന്നോ മുത്ത? മുടിയുണ്ടോ ഗൈസ്? അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഏതാണ്ടൊരു ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഇന്ന് നല്ല കൊഞ്ച് കറി, പിന്നെ കൊഞ്ചിൻ്റെ എന്ത് തന്നാലും ഞാൻ പറഞ്ഞില്ലേ എന്ത് കിട്ടിയാലും ഞാൻ കൊഞ്ചിൻ്റെ ആണെങ്കിൽ അത് കഴിക്കും. പിന്നെ പപ്പടം, പിന്നെ നമ്മുടെ ബ്രോക്കോളി തോരൻ, അങ്ങനെയൊക്കെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മിയിട്ട മറ്റേ നാരങ്ങ അച്ചാർ, അങ്ങനെ അതെല്ലാം കൂടി കുട്ടി കഴിച്ചു. പിന്നെ ഈ ഹോസ്റ്റലിൽ പോയിട്ട് വരുമ്പോഴാണ് നമുക്കിങ്ങനെ വീട്ടിലത്തെ ഫുഡൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് തിന്നാൻ പറ്റുന്നത്. കാരണം പണ്ടൊക്കെ ഈ തോരൻ കണ്ടാൽ ഞാൻ അപ്പുറത്തെ വഴി കൂടെ ഓടുമായിരുന്നു, കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇപ്പം തോരന് വേണ്ടിയിട്ടൊക്കെ ഹോസ്റ്റലിൽ ഇങ്ങനെ ക്രേവിങ്സാണ്. അങ്ങനെ പിന്നെ ഇപ്പം എന്ത് കിട്ടിയാലും നമ്മൾ കഴിക്കും. അതാണ് ഹോസ്റ്റലിൽ പോയതിൻ്റെ ഗുണം. പോകാൻ ഇറങ്ങാൻ നേരത്ത് തന്നെ അടിപൊളി മഴ. ഓ എന്തോരം മഴ. അപ്പം ഉമ്മി പോവാൻ പോവാണ്. ഉമ്മി പോവാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. അപ്പൊ ഇനി എൻ്റെ അബ്ദുള്ളയുടെയും ഹോം അലോൺ ഡേയ്സ് ആണ്. ഉമ്മി ഉമ്മച്ചമ്മടെ വീട്ടിൽ പോവാ. സോ ഞാനും അവനും ബാപ്പുമായി ഇനി 31-ാം തീയതി വരും. ഇവിടെ ആണെങ്കിൽ നല്ല അടിപൊളി കാറ്റും മഴയും. നിങ്ങളുടെ അവിടെ മഴയുണ്ടോന്ന് കമന്റ് ചെയ്യും. രാവിലെ മുതൽ മഴയൊന്നുമില്ല, ഇപ്പൊ മഴയും കാറ്റും. എന്ത് മഴ, അടിപൊളി മഴ. മഴ സഹദ് ഇല്ലാത്തോണ്ട് വീട് ഉറങ്ങി കിടക്കും. അത് തന്നെ. ഇവിടെ TV ഒന്നും ഇപ്പൊ ആരും ഇടാൻ പോലും ഇല്ല. മറ്റേത് റെയറായിട്ട് TV ഓഫ് ചെയ്ത് കാണുന്നു, ഇപ്പൊ റെയറായിട്ട് TV ഇട്ട് കാണുന്നു. സഹദ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കണ്ടായിരുന്നു. സഹദ് ഉണ്ടല്ലേ വീട്ടിലൊരു അനക്കമുള്ള ഗൈസ്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും സഹദ് എവിടെ പോയിന്. സഹദിനെ ഒരിടത്ത് നിന്ന് പഠിക്കാൻ വേണ്ടി, സ്കൂളും ബാക്കിയെല്ലാം കൂടി ഉള്ള നിന്ന് പഠിക്കുന്ന ഒരിടത്താക്കി വെക്കുക. അപ്പോൾ അവനിടയ്ക്ക് വെക്കേഷനൊക്കെ വരും. അങ്ങനെ അവൻ അവിടെ ആണ്. പിന്നെ ഉമ്മ ഇപ്പോൾ കാറൊക്കെ എടുത്ത് ഇറങ്ങി. ഉച്ച കഴിഞ്ഞ ഒരു ടൈം ആയപ്പോഴാണ് കാറൊക്കെ എടുത്ത് ഉമ്മ ഇറങ്ങാൻ നേരത്ത് നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മി പോകാൻ നേരത്ത് ഉമ്മി നമ്മളെയൊക്കെ കിടന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പിറ്റേന്ന് പോകാൻ നിന്നതാണ്. പിന്നെ പിറ്റേന്ന് ഭയങ്കര മഴയായതുകൊണ്ട് നമ്മൾ പോയില്ല. ഉമ്മി മെയിനായിട്ട് ഈ പോകുന്നത് ഉമ്മയുടെ സിസ്റ്റർ ദുബായിലോട്ട് പോകുന്നുണ്ട്, എന്ന് വെച്ചാൽ എൻ്റെ കസിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കാര്യങ്ങളായിട്ടാണ് ഉമ്മി പോകുന്നത്. പിന്നെ ഇപ്പം ഈ തരുന്നത് ഫുൾ ഇൻസ്ട്രക്ഷൻസ്. അത് ചെയ്യണം, ഇത് ചെയ്യണം, രാവിലെ എണീക്കണം, അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നുകൊണ്ടിരുന്നത്. പിന്നെ ഈ കാണുന്ന സ്നേഹപ്രകടനങ്ങൾ അത് ഞാൻ ഉമ്മയ്ക്കൊക്കെ കൊടുക്കുന്ന കണ്ടുകൊണ്ട് വന്ന്
അവൻ്റെ പ്രകടനങ്ങൾ കാണിക്കുന്നതാണ്. പിന്നെ ഉമ്മ നമുക്ക് മീറ്റ് റോളൊക്കെ വാങ്ങി തന്നിട്ട് പോയി. അങ്ങനെ പിന്നെ അതും കഴിച്ചു, ചായയൊക്കെ കുടിച്ച് വെറുതെ ഇങ്ങനെ ഇരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഈ ബ്രെഡ് ചായക്കകത്ത് മുക്കി തിന്നാൻ. പക്ഷേ പലപ്പോഴും അബദ്ധം പറ്റിയിട്ട് ഈ ബ്രെഡ് പകുതിയും അങ്ങ് ചായക്കകത്ത് പോകും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഈ വൈകുന്നേരം ചായ കുടിക്കുന്ന ഒരു ശീലവേ ഇല്ല. പിന്നെ വാപ്പുമ്മ ഇടുമ്പോൾ നമുക്കും തരും അത്രയാണ്. അല്ലാതെ നമ്മൾ ചായയും കോഫിയും ഒന്നും കുടിക്കത്തില്ല. ഹോസ്റ്റലിലാണെങ്കിൽ കോഫി കുടിക്കും, വീട്ടിലാണെങ്കിൽ വൈകുന്നേരവും രാവിലെ ഒന്നും അങ്ങനെ കോഫി രാവിലെ കുടിക്കും, പക്ഷേ വൈകുന്നേരം അങ്ങനെ കോഫി കുടിച്ച് ശീലിക്കത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഈ ബ്രെഡൊക്കെ മുക്കി നിന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് മിക്കപ്പോഴും ഈ പകുതി ബ്രെഡും ആ ചായക്കകത്ത് തന്നെ വീഴും. പിന്നെ ചായയുടെയും ടേസ്റ്റ് പോവും, ആ ബ്രെഡൊട്ട് കഴിക്കാനും പറ്റത്തില്ല. വല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചിരുന്നപ്പോഴത്തേക്ക് നമുക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കിതെന്താ ഓർഡർ ചെയ്തതെന്ന് ഓരോ ഓർമ്മയില്ലായിരുന്നു. കാരണം ഞാൻ ഹോസ്റ്റലിൽ നിന്നപ്പോഴെന്തോ ഓർഡർ ചെയ്തതാണ് ഇപ്പം വന്നിരിക്കുന്നത്. എന്തായാലും ഗൈസ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞ സാധനം ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ എക്വലോജിക്കയുടെ 2 ഫ്ലേവർ ആയിരുന്നു. അത് 2 ന്യൂലി ലോഞ്ച്ഡ് എന്തോ. പക്ഷേ ഇതിൻ്റെ വേറെ 3 ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് ഈ 2 സ്മെല്ല്. പക്ഷേ ഇത് അടിപൊളി സ്മെല്ല്. അപ്പോൾ ഇതിൻ്റെ എന്തായാലും 2ൻ്റെയും റിവ്യൂ ഞാൻ ഷോർട്സിനകത്ത് ഇടും. പക്ഷേ ഇത് 2 നല്ല കിഡ്ലൻ സ്മെല്ലായിരുന്നു. ആർക്ക് വേണമെങ്കിലും കണ്ണും പൊട്ടി വാങ്ങാം, അത്ര നല്ല സ്മെല്ലായിരുന്നു. പിന്നെ രാത്രി പിന്നെ ദോശയും ബീഫ് കറി, പിന്നെ ഞാനൊരു ഓംലെറ്റും കൂടിയൊക്കെ പൊരിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്. അങ്ങനെ ഞാൻ അധികം ദോശ ഫാനൊന്നും അല്ല, പക്ഷേ ഉമ്മയില്ല, അപ്പോൾ പിന്നെ ദോശയുള്ളൂ, അതുകൊണ്ട് പിന്നെ ദോശയൊക്കെ കഴിച്ചു ഗൈസ്. അപ്പോൾ വൈകുന്നേരം നല്ല അടിപൊളിയായിട്ട് ഉമ്മ പോയതിനു ശേഷം വൈകുന്നേരം ചായ കുടിച്ചിട്ട് കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെ നല്ല അടിപൊളിയായിട്ടൊരു ഉറക്കം കഴിഞ്ഞ് പോയി കുളിച്ച് പിന്നെ പോയി ഫുഡ് കഴിച്ചൊക്കെ കോമഡി ആയിരുന്നു ഗൈസ്. ഇവിടെ ഞാനാണ് ദോശ ചുട്ടത്. ഒരു ദോശയൊക്കെ കുളമായിപ്പോയി. ഒരു ദോശ ചുട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉപ്പിടുന്ന കാര്യം ഓർത്ത് തന്നെ. പിന്നെ അതിനകത്ത് ഉപ്പിട്ട് മറ്റേ സോഡാപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി ദോശയൊക്കെ ചുട്ട് അബ്ദുള്ളക്ക് കൊടുത്ത് അബ്ദുള്ള അങ്ങനെ പോയിട്ട് ഇവിടെ കിടന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഇതാ കുളിച്ചിട്ട് ഇനി പോയി കുറച്ച് നേരം ടി വിയൊക്കെ കണ്ടിട്ട് ഒന്ന് ചില്ലാക്കിയിട്ട്, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, അപ്പോൾ ഒന്ന് ചില്ലാക്കിയിട്ട് പയ്യനെ കിടക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഉമ്മയും സഹദമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഡേ ഇൻ മൈ ലൈഫിനകത്ത് കുറച്ച് ഒരു പൊടിക്കൊരു വ്യത്യാസം വരും, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിമാണ്. ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അപ്പോൾ ഇതാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പം നാളെ ഇനി ഇതിൻ്റെ ഒരു ഡേ വേറൊരു വീഡിയോ കാണുമോ എന്നൊന്നും അറിയത്തില്ല, ഉമ്മയില്ലല്ലോ. അപ്പം ഞാൻ ചിലപ്പം എടുക്കാൻ ഇതേപോലൊരു ഹോം അലോൺ വീഡിയോ 2 ആയിട്ട് ഞാൻ ഇറക്കും, എനിക്കറിയത്തില്ല, മൂഡ് പോലെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ടിപ്പിക്കൽ ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. കുറേ പേര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ചിലപ്പം നാളത്തെ ഒരു വേറെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരയ്ക്കും ബൈ ബൈ.